ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഷാലോ. അപ്പൊ കുവൈറ്റില് മഴയും കാറ്റും തണുപ്പും ഒക്കെ ആയിട്ടൊരു വല്ലാത്ത കാലാവസ്ഥയാണ്. അപ്പൊ എനിക്ക് നോഫായോണ്ട് ഞാൻ പുതച്ചു മൂടി കിടന്നുറങ്ങുമായിരുന്നു. ആഹാ, എന്തൊരു രസം. പക്ഷെ എണീറ്റ് വന്നപ്പോ നല്ല വിശപ്പും. എന്തുണ്ടാക്കൂന്ന് വിചാരിച്ചപ്പം ഇന്നലെ വാങ്ങിയ ചൂരേന്റെ തല ഫ്രിഡ്ജിലിരിപ്പുണ്ട്. എന്നാ ഒരു നല്ല അടിപൊളി തലക്കറി വെക്കാന്ന് വിചാരിച്ച് സമയമൊന്നും കളയാണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നന്നാക്കാൻ വേണ്ടിയിട്ടിരുന്നു. അത്യാവശ്യം കുറച്ചേറെ ഉള്ളതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ച് അധികം വേണം. അപ്പൊ ഞാനിവിടെ ഇടയ്ക്ക് സംസാരിക്കുന്നത് ബിൻസി ചേച്ചിയോടാണ്. ചേച്ചി എന്റെ തൊട്ടടുത്ത് തന്നെ നിന്ന് എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ മീൻ കറിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പാൽ കപ്പ ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ഫ്രോസൺ കപ്പ എടുത്ത് കുക്കറിൽ വെച്ച് 3 ഫിസിലടിച്ചു. എന്നാലേ നല്ലോണം വേഗത്തുള്ളൂ കേട്ടോ. പിന്നെ കൊച്ചുള്ളിയും പച്ചമുളകും എല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് കറക്കിയിട്ട് ഈ കപ്പയിലോട്ട് ചേർത്ത് നല്ലോണം ഉടച്ചു കൊടുത്ത് ഇനി നമുക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കണം. അപ്പം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും തേങ്ങയുടെ 1ാം പാലോട് ചേർത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. ഇനി തിളക്കില്ല കേട്ടോ. പിന്നെ നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കൊച്ചുള്ളിയും മുളകും കറിവേപ്പിലയും കൂടി ഒക്കെ കൂടി ഒന്ന് വറുത്ത് കൂടി ഇതിൻ്റെ മുകളിലിടണം. പിന്നെ അതിനിടയ്ക്ക് സമയം പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൂട്ട് കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് പെർസിമോം എന്നാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല അടിപൊളി ഫ്രൂട്ടാണ്. പിന്നെ സമയമൊന്നും കളയാണ്ട് തന്നെ മീനെല്ലാം കഴുകി തിള വന്നപ്പോഴേക്കും ആ കറിയിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല അടിപൊളിയായിട്ടുണ്ടാക്കി. അപ്പം ഇത് കോട്ടയം സ്റ്റൈലിലാണ് ഈ മീൻകറി വെച്ചേക്കുന്നത്. കണ്ടോ, ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. അങ്ങനെ ഞാൻ സമയമൊന്നും കളയാണ്ട് പെട്ടെന്ന് തന്നെ കുറച്ച് കപ്പയും പിന്നെ ആ തലക്കറിക്കകത്തുനിന്ന് ആ മീൻ്റെ തല തന്നെ ഞാൻ നോക്കിയെടുത്ത് അതും കൂടി ഇതിലൊഴിച്ച് നല്ലോണം ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഈ പാൽക്കപ്പ വെന്തിക്കുമ്പം അതിന് സൈഡ് ഡിഷായിട്ട് എപ്പോഴും എരിവുള്ള ഒരു കറി എടുക്കുന്നതായിരിക്കും നല്ലത്. നല്ല എരിയുള്ള മീൻകറിയോ എരിയുള്ള ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്കിതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് പോകും. പിന്നെ അതല്ലാണ്ട് ഞാനൊരു മിൻറ്റ് തീയും കൂടി ഉണ്ടാക്കി. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. അമ്മേ അംഗത്തിനിറങ്ങാൻ കത്തുണേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം കൂട്ടി ഒരു അടിപൊളി പിടിപിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ മുഖത്തെ ഫേസിൽ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്രത്തോളം ടേസ്റ്റിയാണെന്ന്. അപ്പം ഇത് സിമ്പിൾ റെസിപ്പി ആണെന്ന് ഞാൻ പറയത്തില്ല. അത്യാവശ്യം പണിയെടുക്കാനുണ്ട്. പക്ഷെ പണിയെടുത്താലും നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ.